എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയാകുന്നു? ഇതാണ് ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ്. എൻ്റെ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്, ഉമ്മിയും കൂടി. മനസ്സിലൊരു വിതുമ്പലോടെയാണ് കേരളം ഈ കത്ത് വായിച്ചത്. ആലപ്പുഴ ആദികുളങ്ങരയിൽ പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും 4ാം ക്ലാസ്സുകാരി നേരിട്ട ദുരനുഭവം ഒരു ആവർത്തനം മാത്രമാണ്. കേരളത്തിലെ വീടുകളിൽ കുട്ടികൾ നേരിടുന്ന മാനസിക ശാരീരിക പീഡനങ്ങളുടെ പുറത്തു വന്ന സംഭവങ്ങളിൽ ഒന്നു മാത്രം. ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും സർക്കാരും സുരക്ഷാ സംവിധാനങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയാകുന്നു? പൊതു ഇടങ്ങളേക്കാൾ കൂടുതൽ ഒരുപക്ഷേ കേരളത്തിൽ വീടുകളുടെ ഉള്ളിൽ കഴിയുന്ന കുട്ടികളുടെ സുരക്ഷയാണ് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന ഡിവോഴ്സും വേറിട്ട് കഴിയുന്ന മാതാപിതാക്കളും നല്ല പാരന്റിങ്ങിന്റെ കുറവും അങ്ങനെ കാരണങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ വർഷം സാമൂഹിക നീതി വകുപ്പ് നടത്തിയ സർവേ പ്രകാരം 11,72,433 കുടുംബങ്ങളിൽ കുട്ടികൾ സുരക്ഷിതരല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയും നിയമങ്ങളും ഉണ്ടായിട്ടും അതെത്രത്തോളം ഫലപ്രദമാണെന്ന് കണ്ടറിയണം. സ്കൂളിൽ വയ്ക്കുന്ന ലെറ്റർ ബോക്സും അധ്യാപകർക്ക് പരിശീലനം നൽകി പ്രാഥമിക കൗൺസിലർമാരാക്കുന്നതും ഉൾപ്പെടെ കുട്ടികൾ നേരിടുന്ന അതിക്രമം തടയാൻ നിരവധി മാർഗങ്ങളാണ് നിലവിൽ കേരള സർക്കാർ ആലോചിക്കുന്നത്. അവയെല്ലാം ഇനിയെങ്കിലും കൃത്യമായ രീതിയിൽ നടപ്പാക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾ വീടുകൾക്കുള്ളിലും പുറത്തും ആക്രമിക്കപ്പെടാൻ ഇടയാവരുത്.